Hare Krishna, Hare Krishna, Krishna. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। नमो विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नाम्ने। नमस्ते सारस्वती देवे गौरवाणी प्रचारणे निर्विशेष शून्यवादी पाश्चात्य स्थाने। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മളുടെ എല്ലാ ദിവസവും നടക്കുന്ന ഈ മോർണിംഗ് സത്സംഗത്തിലേക്ക് സ്വാഗതമുണ്ട്. ഇത് നമ്മളുടെ എല്ലാവരുടെയും പരമ സൗഭാഗ്യമാണ്. നമുക്ക് എന്നും നിത്യമായിട്ടും മുടങ്ങാതെ ഈ മുതിർന്ന ഭക്തന്മാരുടെ വായിൽ നിന്ന് തിരുനാമങ്ങളുടെ മഹാത്മ്യം ഇത് കേൾക്കാൻ പറ്റുന്നത് ഇത് വളരെ സൗഭാഗ്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവർത്തിച്ച് ഈ കാര്യങ്ങൾ കേൾക്കുന്തോറും നമ്മളുടെ വിശ്വാസം, നാമജപത്തിലുള്ള വിശ്വാസം ഉറയ്ക്കുക ചെയ്യുന്നത്. അത് വളരെ അത്യാവശ്യമാണ്. നാമജപത്തിലുള്ള വിശ്വാസം ഉറയ്ക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഈ കേൾക്കും തോറും നമ്മളുടെ ഹൃദയം ശുദ്ധീകരിക്കുകയും ചെയ്യും, നാമത്തിൽ വിശ്വാസം ഉറയ്ക്കുകയും ചെയ്യും. അപ്പോ ഇത് നമ്മളുടെ എല്ലാവരുടെയും സൗഭാഗ്യമാണ്. പ്രഭുപാദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രഭുപാദ് ഒരു പ്രാവശ്യം പ്രഭുപാദ് എല്ലാ ശിഷ്യന്മാരോടും ഒരു ചോദ്യം ചോദിച്ചു. അതായത്, ഞാൻ ഇത്രയും പുസ്തകങ്ങളൊക്കെ രചിച്ചതിന്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോ ശിഷ്യന്മാരൊക്കെ പല ഉത്തരങ്ങൾ നൽകി. അതായത് ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടി, ഭഗവാനോട് സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി, മുക്തി കിട്ടാൻ വേണ്ടി, ശാന്തി കിട്ടാൻ വേണ്ടി, അങ്ങനെ പലതും പറഞ്ഞു. പ്രഭുപാദ് പറഞ്ഞു, ഓക്കെ, അതൊക്കെ അങ്ങോട്ട് ഇരിക്കട്ടെ, അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തുവാന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും നാമം നല്ലപോലെ ജപിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും പുസ്തകങ്ങൾ സൃഷ്ടിച്ചത്, എഴുതി വെച്ചത്. അതായത് പ്രഭുപാദ് 70ഓളം പുസ്തകങ്ങളാണ് എഴുതിയത്. നമുക്ക് അറിയാം, ഭാഗവതം ഓരോ സ്കന്ധം തന്നെ ഇത്രയും കട്ടിയുള്ള പുസ്തകങ്ങളാണ്. ഇതൊക്കെ എഴുതി വെച്ചത് നമ്മൾ നല്ലപോലെ നാമം ജപിക്കാൻ വേണ്ടിയാണ്, നാമത്തിൽ നമ്മുടെ വിശ്വാസം ഉറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് നാമജപത്തിന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് നിത്യമായിട്ടും എന്നും കേൾക്കുന്നുണ്ട്, മുഷിയാൻ പാടില്ല, ഒരു മടുപ്പ് തോന്നാൻ പാടില്ല, ഉത്സാഹത്തിനൊരു കുറവുണ്ടാകാൻ പാടില്ല. എന്നും ഈ കാര്യങ്ങൾ കേൾക്കണം. അത് നമുക്ക് നന്മ ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, എന്നും വിഷയം നമ്മുടെ ഇത് തന്നെയാണ്, നാമജപത്തിന്റെ മഹാത്മ്യം. പക്ഷെ ഇത് നിരന്തരമായിട്ടും മുടങ്ങാതെ നമ്മൾ കേൾക്കണം. എന്താന്ന് വെച്ചാ, നമ്മളുടെ ഈ യുഗത്തിലെ ധർമ്മം നമുക്കറിയാം. ഈ യുഗത്തിലെ ധർമ്മം എന്ന് പറഞ്ഞാൽ നാമസങ്കീർത്തനമാണ്, നാമജപമാണ്. അപ്പൊ അതിന് അത്രയും പ്രാധാന്യമുണ്ട്. ഏറ്റവും ശക്തമായ ആയുധം നമുക്ക് മുക്തി കിട്ടാൻ വേണ്ടി, ഈ ഭൗതികമായ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടി നമുക്ക് കിട്ടിയ ഏറ്റവും ശക്തമായ ആയുധമാണ് നാമജപം. അപ്പം നമുക്ക് അതിന് അത്രയും പ്രാധാന്യം കൊടുക്കണം. ഈ പ്രഭുപാദ് പറഞ്ഞില്ലേ, പുസ്തകങ്ങൾ ഉൾപ്പെടെ ഈ എല്ലാം പ്രക്രിയ, ഈ മോർണിംഗിലെ നമ്മുടെ പ്രഭാത മംഗളാരതി ആയിക്കോട്ടെ, പുസ്തക വായന ആയിക്കോട്ടെ, പുസ്തക വിതരണം ആയിക്കോട്ടെ, ഭക്തിയുത സേവനം ആയിക്കോട്ടെ, എല്ലാം സേവനങ്ങളായിക്കോട്ടെ, ഇതിന്റെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം, ഉദ്ദേശ്യം നമ്മുടെ നാമജപം അത് നന്നാവാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഉപകരണങ്ങളാണ് നമ്മളുടെ നാമജപം നന്നാക്കാൻ വേണ്ടി. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നിത്യമായിട്ടും നല്ല രീതിയിൽ നമ്മൾ നാമം ജപിക്കണം. ഈ ആയുധം നമ്മുടെ, ഞാൻ പറഞ്ഞ പോലെ, ഇത് ഏറ്റവും ശക്തമായ ആയുധമാണ്. ഇതിനെ കഴിയുള്ളൂ നമ്മുടെ ഈ ബന്ധനങ്ങളെയൊക്കെ മുറിക്കാൻ. ഈ ലോകം എന്ന് പറഞ്ഞാൽ ബന്ധനങ്ങളുടെ ഒരു ലോകമാണ്. നമ്മളെല്ലാം ബന്ധിതരാണ്. ശരീരം ഒരു ബന്ധനമാണ്. ഈ ശരീരത്തിന്റെ ഓരോ ആവശ്യങ്ങൾ അതും ബന്ധനമാണ്, അല്ലെ? വിശപ്പ്, കുടുംബം, എന്തോ ആയിക്കോട്ടെ, വിശപ്പ്, ദാഹം, വീട്, എല്ലാം ബന്ധനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വാസ്തവമായ സ്വരൂപത്തിന് ഇങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനത്തെ ബന്ധനങ്ങളൊന്നും ഇല്ല. നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിൽ നമുക്ക് ഇങ്ങനത്തെ ബന്ധനമില്ല.
ആ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് എത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ കാരാഗ്രഹത്തിൽ നിന്ന്, ഈ ജയിലിൽ നിന്ന് മുക്തരാവണം. അതാണ് നമ്മളുടെ ഏക ലക്ഷ്യം. ജയിലിൽ ബന്ധിതനായ ഒരു വ്യക്തിയുടെ ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അതെന്തോ ആയിരിക്കണം? എങ്ങനെ ഈ ജയിലിൽ നിന്ന് പുറത്താവണം. ജയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗവാൻ തന്നെ സൃഷ്ടാവ്, പരമസൃഷ്ടാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം, ഈ ഭൗതിക ലോകം മൊത്തം തന്നെ ദുഃഖാലയമാണ്, അശാശ്വതമാണ്. ആ സ്റ്റാമ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയും നമുക്ക് അതിന്റെ അപ്പുറം നോക്കണ്ട. അതാണ് ഫൈനൽ. ഇത് ദുഃഖാലയമാണ്, ഇവിടെ സുഖം ഉണ്ടാവില്ല. എങ്ങനെയാണോ നമ്മളൊരു ചെരുപ്പ് കടയിൽ പോയി നല്ല ഹലുവയ്ക്ക് വേണ്ടി ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. ആ ചെരുപ്പ് കടയിൽ എങ്ങനെ ഹലുവ ഉണ്ടാവനാ? നമ്മൾ തെറ്റായ സ്ഥലത്താണ് ഹൽവ തപ്പുന്നത്. അതേമാതിരി ഈ ദുഃഖാലയത്തിൽ നമ്മൾ സുഖത്തിന് വേണ്ടി തപ്പുന്നത് അത് ഒരു തെറ്റായ സംഗതിയാണ്. ഇവിടെ ഇല്ല, ഇവിടെ ബന്ധനങ്ങളാണ്. അപ്പൊ ഈ ബന്ധനങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടി നല്ല മൂർച്ചയുള്ള ആയുധം വേണം. ആ മൂർച്ചയുള്ള ആയുധമാണ് ഈ നാമജപം. അതിന് മൂർച്ച കൂട്ടാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് ഈ എല്ലാം കാര്യങ്ങളും. വായന, പുസ്തക വായന, ശാസ്ത്രങ്ങൾ പഠിക്കുകയും ഭക്തിയുത സേവനം ചെയ്യും, എല്ലാം തന്നെ. ചിലരുണ്ട്, അവര് നല്ല രീതിയിൽ ഭക്തിയുത സേവനമൊക്കെ ചെയ്യും. നല്ല പാത്രം കഴുകും, ഈ സേവ ചെയ്യും, കിച്ചണിലെ സേവ ചെയ്യും, മറ്റു സേവയൊക്കെ ചെയ്യും. പക്ഷെ നാമം ജപിക്കുമ്പോൾ പിന്നെ തല അങ്ങോട്ട് താങ്ങും, അങ്ങോട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങുകയും ശ്രദ്ധ ഇല്ലാതെ ജപിക്കുകയും ഒക്കെ ചെയ്യും. അത് ശരിയല്ല. നാമത്തിനും അത്രയും പ്രാധാന്യം കൊടുക്കണം. ആ 16 മാല അത് ജപിക്കാൻ, ശ്രദ്ധാപൂർവം ജപിക്കാൻ, അതിനുവേണ്ടി അത്രയും ശ്രമം നമ്മൾ നടത്തണം. അതിനുവേണ്ടി ആ സമയം മാറ്റിവെക്കണം, അത്രയും പ്രാധാന്യം കൊടുക്കണം, അല്ലേ? ഓഫ് കോഴ്സ് എമർജൻസി വന്നാൽ, ഉത്സവമുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് നമുക്ക് ചിലപ്പോൾ 1-2 ദിവസം നാമജപം ചിലപ്പോൾ മുടങ്ങിന്നിരിക്കും. പക്ഷെ അത് നമ്മൾ അടുത്ത ദിവസം മേക്കപ്പ് ചെയ്യണം. ഇപ്പൊ എമർജൻസി സിറ്റുവേഷൻ ഓക്കെ. പക്ഷെ പൊതുവെ ഇപ്പൊ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ അർജുനൻ യുദ്ധത്തിന്റെ ഇടയിൽ ഒരു കോണയിൽ പോയി നാമം ജപിച്ചുകൊണ്ട് ഇരുന്നാൽ അത് ശരിയാവില്ല, അല്ലേ? കൃഷ്ണ, ഒരു മിനിറ്റ്, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് വരാം, ഞാൻ ഇപ്പൊ ഞാൻ 16 മാല ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ, അത് കഴിഞ്ഞ് ഞാൻ എന്റെ അമ്പ് വിടാം, അത് ശരിയാവില്ല. എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ആ കാര്യം ചെയ്തിരിക്കണം, ഭക്തിയുത സേവനം ചെയ്തിരിക്കണം. പക്ഷെ പൊതുവെ നമ്മൾ നാമജപത്തിന് വേണ്ടി ആ സമയം, ആ പ്രാധാന്യം അത് കൊടുത്തിരിക്കണം. എന്താന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ ആയുധം. നമുക്ക് ആ പരമപദവിയിലേക്ക് എത്തിക്കാനുള്ള ശക്തമായ ആയുധം ഇതാണ്. അപ്പൊ നമ്മൾ അത് ഉപയോഗിക്കണം, അതിന് അത്രയും പ്രാധാന്യം കൊടുക്കണം. നമ്മളൊക്കെ ഈ ലോകത്തിൽ ചപള സുഖം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സുഖങ്ങളുടെ അടിമകളായിരിക്കുകയാണ്. അതാണ് നമ്മളുടെ ഈ ബന്ധനത്തിന്റെ കാരണം. ചപള സുഖ ലഭലാകിരെ എന്ന് വെച്ചാ ഇപ്പം എങ്ങനെയാണോ നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളുടെ അടിമകളായിരിക്കുക നമ്മൾ. അതായത് ഒരു വ്യക്തി, നമുക്കറിയാം പലരും സിഗരറ്റ് വലിക്കുന്നതിന്റെ അടിമകളാണ്. ഇപ്പം സിഗരറ്റ് ദോഷം ചെയ്യുന്ന ഒരു സംഗതിയാണ്, പക്ഷെ തുച്ഛമായ എന്തോ സുഖം ഉണ്ടായിരിക്കും. അതിന്റെ കവറില് സ്പഷ്ടമായിട്ടും വെണ്ടയ്ക്ക ആശുപത്രി എഴുതിയിട്ടുമുണ്ട്, സ്മോക്കിംഗ് ഈസ് ഹാംഫുൾ ഫോർ യു, സ്മോക്കിംഗ് കിൽസ്, നിങ്ങളെ ഇത് കൊല്ലും, വളരെ വേദനാജനകമായ ഒരു മരണം ഉണ്ടാവും. എന്നിട്ടും ഫോട്ടോയും ഉണ്ടാവും. നമ്മളുടെ കറളൊക്കെ ഇങ്ങനെ കറന്നിരുന്ന് ഇരിക്കുന്ന അങ്ങനത്തെ ഒരു ഫോട്ടോയും ഉണ്ടാവും. പക്ഷെ എന്നാലും അതിന്റെ അടിമയായ ഒരു വ്യക്തി എന്ത് ചെയ്യും? അതൊന്നും വകവയ്ക്കാതെ ആ സിഗരറ്റ് എടുത്ത് വലിക്കുക ചെയ്യുന്നത്, അല്ലേ? എന്തിന്? ആ ചപ്പള സുഖ, തുച്ഛമായ സുഖത്തിന്റെ അടിമ. അത് ആ അടിമത്വം, അതിന് പുറത്ത് വരാനുള്ള ആ ഒരു മനസ്സിന് ശക്തിയില്ല. അതുകൊണ്ട് അതേപോലെ നമ്മളും ചെറിയ ചെറിയ സുഖങ്ങളുടെ അടിമകളായിരിക്കുക. നമ്മളുടെ മനസ്സിന് ആ ശക്തി കിട്ടാൻ വേണ്ടി, ഇതിൻ്റെയൊക്കെ പുറത്ത് വരാൻ വേണ്ടി, ആ ബന്ധനങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടി നാമജപം വളരെ അത്യാവശ്യമാണ്. ഇതിനു വേണ്ടി, ഈ നമ്മളുടെ അസുഖം മാറ്റാൻ വേണ്ടി നമ്മളുടെ ആചാര്യന്മാര് പ്രിസ്ക്രൈബ് കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു മരുന്നാണ് 16 മാല ജപം. ഈ 16 മാല, ആ കൗണ്ട് വളരെ അത്യാവശ്യമാണ്, അത് പൂർത്തിയാക്കുന്നത് വളരെ അത്യാവശ്യമാണ്. 16 മാല എങ്ങനെയാണോ ഡോക്ടർ നമുക്ക് എഴുതി തന്നെ ഒരു ദിവസം
രാവിലെ 2 മരുന്ന് കഴിക്കണം, വൈകുന്നേരം 3 കഴിക്കണം, ഇതിങ്ങനെ 5 ദിവസം കഴിക്കണം. അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ നമുക്ക് ആചാര്യന്മാര് പ്രിസ്ക്രൈബ് ചെയ്ത ഒരു സംഗതിയാണ് 16 മാല. അത് നമ്മൾ ചെയ്തിരിക്കണം ഏതൊരു അവസ്ഥയിലും, ദിവസവും മുടങ്ങാതെ, വളരെ നിശ്ചയദാർഢ്യത്തോടെ. നമ്മുടെ നിശ്ചയദാർഢ്യത്തിന്റെ ആഴമനുസരിച്ചായിരിക്കും ഭഗവാൻ നമ്മളെ സഹകരിക്കുന്നത്, നമ്മളെ സഹായിക്കുന്നത്. നമ്മളുടെ ആത്മീയ ജീവിതമായിക്കോട്ടെ, ഭൗതിക ജീവിതമായിക്കോട്ടെ, എല്ലാത്തിലും ആ ഭഗവാൻ നമ്മളെ സഹായിക്കും എപ്പോ നമ്മൾ നല്ല രീതിയിൽ നാമം ജപിച്ചാൽ. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ജോലിയിൽ പോവാണെങ്കിലും യാത്ര ചെയ്യുന്ന വഴിയിൽ നമുക്ക് നാമം ജപിക്കാം. എങ്ങനെയെങ്കിലും 14 മാല പൂർത്തിയാക്കാൻ ശ്രമിക്കണം ഒരു ദിവസം. അതായിരിക്കണം നമ്മളുടെ ഏക ലക്ഷ്യം. വളരെ നിശ്ചയദാർഢ്യത്തോടെ നമ്മൾ അത് ചെയ്യണം. എന്നാലും നമ്മളുടെ ഈ ഹൃദയത്തിൽ ഒത്തിരി മാലിന്യങ്ങൾ ഉള്ളത് കാരണം കാമ, ക്രോധ, ലോഭ, മോഹ, മത മാത്സര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുക എത്രയോ ജന്മങ്ങളായിട്ട്. അപ്പൊ ഇതൊക്കെ അത്ര എളുപ്പം പോകത്തില്ല, കുറച്ച് സമയമെടുക്കും. അപ്പോ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വന്നാൽ, വലിയ എന്തെങ്കിലും സമസ്യ ജീവിതത്തിൽ വന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇത് വളരെ ശക്തമായ ഒരു സംഗതിയാണ്. ഞാൻ പല പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട്. വളരെ എനിക്ക് വിജയം കിട്ടിയിട്ടുണ്ട്. അതായത് 64 മാല ജപിക്കുക. 64 മാല 8 മണിക്കൂർ എടുക്കും. കുറച്ചൊരു തപസ്യയാണ്. പക്ഷേ നമ്മൾ എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, അതിന്റെ പരിഹാരം ഭഗവാൻ സ്വയം നമുക്ക് നൽകും. പ്രത്യേകിച്ചും നമ്മൾ ഈ തീർത്ഥസ്ഥലങ്ങളിൽ പോകുമ്പോൾ, അതായത് രാധാകുണ്ഡം, ഞാൻ വ്യക്തിപരമായ എൻ്റെ അനുഭവം പറയാം. ഞാൻ വൃന്ദാവനില് ഒരു 3-4 വർഷം ഉണ്ടായിരുന്നു. എനിക്ക് അതിന്റെ ഒരു ഭാഗ്യം കിട്ടി അവിടെ താമസിക്കാനുള്ള. അപ്പൊ അവിടെ രാധാകുണ്ഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ള സ്ഥലമാണ്. ഏറ്റവും ശക്തി, ആത്മീയമായ ഏറ്റവും പോസിറ്റീവ് വൈബ്രേഷൻ, സ്പിരിച്വൽ വൈബ്രേഷൻ ഉള്ള സ്ഥലമാണ്. അവിടെ അങ്ങനത്തെ ദിവ്യമായ സ്ഥലങ്ങളിൽ പോയാൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഒരു 16 മാലയെങ്കിലും ജപിച്ചിരിക്കണം അവിടെ ഇരുന്ന്. 64 മാല ജപിച്ചാൽ പിന്നെ പറയേ വേണ്ട. സോ വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദീസ് തീർത്ഥസ്ഥലങ്ങൾ. അതിന്റെ ഉദ്ദേശം തന്നെയാണ് അതാണ്, നമ്മളെ മാക്സിമം സഹായിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ 64 മാല ജപിച്ചാൽ നമ്മളുടെ എത്ര എന്താ പറയുന്നത്, ശക്തമായ, എത്ര വലിയ പ്രതികൂലമായ സാഹചര്യം ആയിക്കോട്ടെ, അതിൽ നിന്ന് നമ്മളെ ഭഗവാൻ പുറത്താക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ശ്രമിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇപ്പം ഈ നാമജപത്തിന്റെ ഒരു ശീലമില്ലാത്ത കാരണം പല ആൾക്കാരും അങ്ങനെ ഒരു അവസ്ഥയിൽ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അല്ലെ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കേരളത്തിൽ ഏകദേശം എത്ര പേരാണ് എന്നും ആത്മഹത്യ ചെയ്യുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്നും, ഡെയിലി, എവറിഡേ, കേരളത്തിൽ തന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓർമ്മയുണ്ടോ? ഇല്ലായിരിക്കും. എത്ര ദിവസമായി അല്ലെ? ഒരു മാസത്തിനെക്കാട്ടി മോളിയായി. 30,000 ഈ ഭഗവാനെ, എന്നും 30,000 ഒന്നും ചെയ്യുന്നില്ല. ആ കണക്കിൽ കേരളത്തിലെ ആൾക്കാർ ഇല്ലാതാവും കുറച്ച് ദിവസത്തിൽ. 30,000 അല്ല, 30 പേര്. 30 പേര് എന്നും ആത്മഹത്യ ചെയ്യുക. അതായത് ഓരോ മണിക്കൂറിലും ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം 30 പേര് ആത്മഹത്യ ചെയ്യാൻ പോവുക. അതിൽ 7-8 പേര് ചെറുപ്പക്കാരായിരിക്കും. അതാണ് നാഷണൽ സെൻസസിന്റെ സർവേ. ആലോചിച്ച് നോക്കൂ. അങ്ങനെ 600 പേര് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് ഇപ്പം നമ്മൾ ഈ നാമജപം. പക്ഷെ നാമജപം ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റും. അത് അങ്ങനത്തെ ഒരു തീരുമാനം ശക്തമാകത്തില്ല നമ്മുടെ ഹൃദയത്തിൽ. സോ ദാറ്റ്സ് വൈ ഈ 16 റൗണ്ട്സ്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. നമ്മളുടെ ഭാഗ്യമാണ് നമുക്ക് ഈ ഭാരതഭൂമിയിൽ ജന്മം എടുക്കാൻ ഉള്ള അവസരം കിട്ടി. ഈ ഭാരതഭൂമിയിൽ ജനിക്കുന്ന ഒരു വ്യക്തിയുടെ കടമ എന്തുവാന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഭാരതഭൂമിത്തെ ഹയ ജന്മ യാർ ജന്മ സാർത്ഥക് കരീകർ പര ഉപകാര. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നു. ആര്? ഭാരതഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തി. ഏറ്റവും വലിയ ഉപകാരം എന്തുവാണ് നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഈ നാമജപത്തിന്റെ മഹാത്മ്യം പറഞ്ഞു കൊടുത്ത് ആ ശീലവും കൊടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ്, ഡ്യൂട്ടിയാണ്. വി ഷുഡ് ഡു ഇറ്റ്. ഭാരതഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരുടെയും ഡ്യൂട്ടിയാണ്
നമ്മളുടെ സനാതന ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന്. ഭഗവാൻ നമുക്ക് നൽകിയ ഈ സനാതന ധർമ്മം അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മത്തിന് വേണ്ടി ശക്തമായിട്ടും പ്രവർത്തിക്കുക, നാമജപത്തിന്റെ പ്രചാരം ചെയ്യുക. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ലോകോ സമസ്ത സുഖിനോ ഭവന്തു. സമസ്ത ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ, എല്ലാവരും ഉദ്ധരിക്കട്ടെ, എല്ലാവരും ഉയരട്ടെ, എല്ലാവർക്കും അവകാശമുണ്ട് ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ. നമ്മൾ ആരെയും ദ്രോഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മറ്റ് മൃഗങ്ങളായിക്കോട്ടെ, മനുഷ്യരെ പോട്ടെ, മറ്റ് മതത്തിലെ ആൾക്കാരായിക്കോട്ടെ, മറ്റ് മൃഗങ്ങളായിക്കോട്ടെ, എല്ലാവരും നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ഭാവമാണ് നമ്മളുടെ സനാതന ധർമ്മികളുടെ. പക്ഷേ ദുർഭാഗ്യവശാൽ മറ്റ് മതങ്ങളുടെയും മറ്റ് വിശ്വാസങ്ങളുടെയും ആൾക്കാരുടെ ഭാവം ഇങ്ങനത്തെ ഒരു ഭാവമല്ല. അവരുടെ അവര് നമ്മളുടെ സഹായമായിട്ട് എടുത്ത് അവര് ഉദ്ധരിക്കുകയും ചെയ്യും. എന്നിട്ട് അവസരം കാണുമ്പോൾ നമ്മളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മളെയൊക്കെ ദ്രോഹിച്ച് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇതിഹാസം ഇതിന്റെ സാക്ഷിയാണ്. നമ്മൾ മനസ്സിലാക്കണം, വളരെ അപകടം നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് നമ്മളുടെ ധർമ്മം, സനാതന ധർമ്മം. പണ്ട് നാഷണൽ സെൻസസിന്റെ സർവേ അനുസരിച്ച് 100 വർഷം മുമ്പേ കേരളത്തിൽ ഏകദേശം 75% വ്യക്തികളും ഹിന്ദുക്കളായിരുന്നു. ഇന്ന് വന്നിട്ട് 52% ഉള്ളൂ. ഇനിയും കുറച്ചുകൂടി നാൾ ഈ റേറ്റിൽ പോയാൽ കുറച്ചു നാൾ കഴിഞ്ഞ് നമ്മളുടെ മക്കൾക്കും വരുന്ന തലമുറയ്ക്കൊന്നും നമ്മളുടെ സനാതന ധർമ്മം എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ലായിരിക്കും, ഇല്ലാതാവും. അപ്പം നമ്മളുടെയൊക്കെ ഉത്തരവാദിത്വമാണ് ശക്തമായിട്ടും നമ്മളുടെ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നമ്മൾ ഓരോരുത്തരും ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും ശക്തമായിട്ടും പ്രചാരം ചെയ്യണം. ഇവിടെ ഈ ടെമ്പിൾസ് നിർമ്മിച്ചത് ഈ നമ്മുടെ കൃഷ്ണ ബലറാം ടെമ്പിൾ, ഇസ്കോൺ ടെമ്പിൾ നിർമ്മിച്ച് ജഗത്സാക്ഷി പ്രഭുജി, ഹിസ് ഗ്രേസ് ജഗത്സാക്ഷി പ്രഭുജി 18-ാം വയസ്സ് മുതൽ ശ്രമിക്കുവാണ് സനാതന ധർമ്മത്തിന്റെ പ്രചാരം ചെയ്യാൻ വേണ്ടി. കഴിഞ്ഞ 30 വർഷമായിട്ട് ശ്രമിക്കുവാണ്. അദ്ദേഹം മാത്രമല്ല, അങ്ങനെ പല ബ്രഹ്മചാരീസ്, 3-4 ബ്രഹ്മചാരീസും ഇവിടെ പൂജാരിമാരും എല്ലാവരും, അവർക്കൊക്കെ സഹായം വേണം. അവർ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പ്രഭുപാദർ സ്വയം പറഞ്ഞു, എനിക്കും നിങ്ങളുടെ എല്ലാം സഹായം വേണം. അതേപോലെ അവർക്കും സഹായം വേണം. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും അവർക്ക് വേണ്ടി സഹായം നൽകണം. നമ്മളെ സനാതന ധർമ്മത്തിന് വേണ്ടി ശക്തമായിട്ടും പ്രവർത്തിക്കണം. നാമം നമ്മൾ ജപിച്ച് സ്വയം ശുദ്ധരാവണം, പരിശുദ്ധരാവണം. എന്നിട്ട് മറ്റുള്ളവർക്കും ഈ നാമജപത്തിന്റെ മഹാത്മ്യം പറഞ്ഞ് ഈ നാമജപം കൊടുക്കണം. ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. അതായത് നാമാചാര്യനായ ഹരിദാസ് ഠാക്കൂർജി പറഞ്ഞിട്ടുണ്ട്, ഈ നാമജപത്തിന്റെ മഹാത്മ്യം, നാമത്തിന്റെ ശക്തിയെ പറ്റി പറയുവാണ്. ഒരു മുസ്ലിം വ്യക്തിക്ക് ഈ പന്നി എന്ന് പറഞ്ഞ നിഷേധമാണ്, അതായത് അത് ഹരാമാണ്. അപ്പൊ ഹരാം എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട് അവിടെ. ഇതില് ഈ ഹരാം എന്ന് പറഞ്ഞൊരു വാക്ക് മരണസമയം അല്ലെങ്കിൽ ഒരു പന്നി, അതിൽ ഹരിദാസ് ഠാക്കൂർജി ഇങ്ങനെയാ പറയുന്നത്, ഒരു പന്നി അതിന്റെ കൊമ്പ്, ഒരു കാട്ടുപന്നി അതിന്റെ കൊമ്പ് കൊണ്ട് ഒരു മുസ്ലിമിനെ കൊല്ലുവാന്ന് വെച്ചോളൂ. ആ മരണസമയത്ത് ആ പന്നിയെ കണ്ട് ഈ മുസ്ലിം വ്യക്തി ഹരാം ഹരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മോക്ഷം കിട്ടും. എന്താ കാരണം എന്ന് വെച്ചാൽ ഹരാമില് രാം ഭഗവാന്റെ നാമം ഉള്ളവർക്ക് അങ്ങനത്തെ ഒരു മ്ലേച്ഛന് വരെ മുക്തി കിട്ടും. അസുരന്മാർക്ക് വരെ മുക്തി കിട്ടുന്ന ശക്തിയുണ്ട്, മുക്തി നൽകാനുള്ള ശക്തിയുണ്ട് ഈ നാമജപത്തിന്. ഞാനത് ആക്ച്വലി നേരത്തെ ഒരു പ്രാവശ്യം വായിച്ചപ്പോൾ ഞാൻ അതിശയിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഇത് പറഞ്ഞിട്ട് ഞാൻ ഈ സംഭാഷണം നിർത്തുവാണ്.